ഹലോ, എല്ലാവർക്കും ആയിഷസ് ക്രിയേഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ വീടൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കാനും അതുപോലെ കുറച്ചുകൂടെ ഒരു നല്ല രീതിയിലൊക്കെ ആക്കി വെക്കാൻ എല്ലാവർക്കും ഇഷ്ടമായിരിക്കില്ല. പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ ആകുമ്പോൾ അവർക്ക് സമയം കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം, ഇപ്പോൾ ഒരു കട്ടിലാണെങ്കിൽ അത് അങ്ങോട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് അപ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ആ റൂമിനോടാണെങ്കിലും പ്രത്യേക ഒരു ഇഷ്ടം തോന്നൂലേ. അപ്പോൾ ഞാനിന്ന് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു ബെഡ്റൂം മേക്ക് ഓവറാണ് കേട്ടോ. ഒരുപാട് വലിയ മുടക്കമൊന്നും ഇല്ലാതെ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മേക്ക് ഓവർ. ഒരുപാട് ഭയങ്കര ഒരു സംഭവമായിട്ടുള്ളതൊന്നും അല്ല, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് DIY വീഡിയോസും ഒക്കെ വന്നിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കുറച്ച് ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവാണ്ടിരിക്കില്ല. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഇതൊരു ചെറിയ ബെഡ്റൂമാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഈ ബെഡ്റൂമിൻ്റെ അവസ്ഥ. അപ്പോൾ ഇതൊന്ന് മാറ്റി എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് കുറച്ചൊന്ന് മാറ്റി മറിച്ചൊക്കെ വയ്ക്കണം, എന്നാലാണ് നമുക്കിവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാൻ ഈ കട്ടലിൻ്റെ ഹെഡ് റെസ്റ്റൊക്കെ വരുന്ന ഭാഗത്ത് വാൾപേപ്പർ ഒട്ടിക്കാമെന്നാണ് വിചാരിച്ചേക്കണേ കേട്ടോ. അപ്പോൾ ആദ്യമേ വാൾപേപ്പർ ഒട്ടിക്കുമ്പോൾ നമ്മൾ ആ ഭിത്തിയൊക്കെ നന്നായിട്ടൊന്ന് തൂത്ത് കളയണം. അപ്പോൾ ഒരു പൊടി തട്ടി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് തൂത്ത് കളയണം കേട്ടോ. നമ്മൾ ഭിത്തിയൊക്കെ കാണുമ്പോൾ നമ്മൾ ആദ്യം വിചാരിക്കും പ്രത്യേകിച്ച് പൊടിയൊന്നുമില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷെ പൊടി തട്ടി കൊണ്ടൊക്കെ ഇങ്ങനെ നന്നായിട്ട് തട്ടി അല്ലെങ്കിൽ തുണി കൊണ്ട് തുടച്ചൊക്കെ എടുത്ത് കഴിയുമ്പോഴാണ് ഇതിനകത്ത് അത്യാവശ്യം നല്ലപോലെ പൊടിയൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി എന്താണെങ്കിലും വാൾപേപ്പർ ഒട്ടിക്കാം. അപ്പോൾ ഈ വാൾപേപ്പറൊക്കെ ഞാൻ ആമസോണിൽ നിന്നാട്ടോ മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് 60x300 സെൻറ്റിമീറ്ററിൻ്റെ അതിൽ 200 രൂപ, 199 രൂപ അങ്ങനെയാട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു 3 വാൾപേപ്പറാണ് ഞാൻ മേടിച്ചത് കേട്ടോ. ഈ ഒരു റൂമിന് വേണ്ടിയിട്ട് 3 വാൾപേപ്പറാണ് മേടിച്ചിരിക്കുന്നത് കേട്ടോ. ആ ഒരു ഭിത്തിയാണ് നമ്മൾ കവർ ചെയ്യണുള്ളൂ കേട്ടോ, വേറെ അധികമൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് വിലയിലൊക്കെ കുറച്ച് വ്യത്യാസം വരും കേട്ടോ. ഈ ഓഫറും കാര്യങ്ങളൊക്കെ അനുസരിച്ച് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. എനിക്കിപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ഈ ഒരു റേറ്റിന് കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല വാൾപേപ്പറൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ വാൾപേപ്പർ ഒട്ടിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഹാങ്ങറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഊരി മാറ്റാം, എന്നിട്ട് വേണം വാൾപേപ്പർ ഒട്ടിക്കാനായിട്ട് കേട്ടോ. അതുപോലെ എന്തെങ്കിലും സ്ക്രൂ ഒക്കെ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചേക്കണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഊരി മാറ്റുക കേട്ടോ. എന്നിട്ടിത് ഈ വാൾപേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒട്ടിക്കൽ കുറച്ചൊരു മെനക്കേട് പിടിച്ച പരിപാടി തന്നെയാണ് കേട്ടോ, കറക്റ്റായിട്ട്. അപ്പം മോനും കൂടെ കൂടിയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ കൂടി കേട്ടോ ഇത് ഒട്ടിച്ചൊക്കെ എടുക്കണം. മോൻ മാത്രമല്ല, ഇവിടെ എല്ലാവരും ഇതിനകത്തുണ്ട്. ഇപ്പം എല്ലാവരും അതിക്കൂടെയൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വാൾപേപ്പറിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇതിൻ്റെയൊക്കെ പല കളറും ഒക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കർട്ടൻ ഗോൾഡൻ കളറും അതുപോലെ ഇതുപോലത്തെ ഒരു ബ്ലൂ കളറുമാണ് വന്നത്. അപ്പോൾ അത് കാരണം അതിനോട് മാച്ചായിട്ടുള്ള ഇതെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് നമ്മുടെ എന്തെങ്കിലും ഒരു കട്ടിയുള്ള സൈസ് നമ്മുടെ ATM കാർഡൊക്കെ ഇല്ലേ, അതുപോലത്തെ കാർഡൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തുടച്ച് വിട്ടേച്ചാൽ മതി. ഞാനിപ്പോൾ ഇത് കേക്കിൻ്റെ നമ്മൾ ഐസിങ് ചെയ്യാൻ എടുക്കില്ലേ, അത് വെച്ചിട്ടാട്ടോ എടുക്കണത്. ഞാനിതൊരു 7 അടി പൊക്കത്തിലൊക്കെ ആയിട്ട് ഒട്ടിക്കണുള്ളൂ. കാരണം അതിനുള്ള ഹൈറ്റ്, അതായത് കസേര കയറി നിന്നിട്ട് ഒട്ടിക്കാൻ എത്തണ ആ ഒരു സ്ഥലം വരെയായിട്ട് ഒട്ടിക്കണുള്ളൂ. കാരണം ഇപ്പം ഏറ്റവും ടോപ്പ് വരെ 10 അടി എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും വീടിൻ്റെ അത് 10 അടി ആയിരിക്കും. അപ്പോൾ അതുവരെ എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ലാഡറൊക്കെ വേണം. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറുന്നിട്ട് വേണം എടുക്കാനായിട്ട്. പക്ഷേ പിന്നെ അതിന് മേളിലോട്ടോട്ട് മുഷിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഇത്തരത്തിൽ വെച്ച് എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതുപോലെ സ്വിച്ച് ബോർഡിൻ്റെ ഒക്കെ അവിടെ നിന്ന് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. അപ്പോൾ അതായതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സാധനം നെയിം സ്ലിപ്പ് കൂട്ടിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് ഒട്ടിച്ചങ്ങോട്ട് എടുത്തേച്ചാൽ മതി. എന്നിട്ട് നമ്മുടെ ഹാങ്ങർ കൊടുത്തു. അതുപോലെ തന്നെ ഒരു പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട്. ആ പെയിൻറ്റിങ് ഞാൻ പണ്ട് ചെയ്ത പെയിൻറ്റിങ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിപ്പോൾ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാങ്ങറാണെങ്കിലും നമ്മുടെ കമ്പനി തന്നെ ഉണ്ടാക്കിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ ആ സൈഡ് ടേബിളിൽ വയ്ക്കാനായിട്ടൊരു ഫ്രെയിം റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പഴയ ഫ്രെയിം എൻ്റെ കയ്യിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കോഡ്സ് നമുക്ക് ഇഷ്ടമുള്ളത് ഞാനിപ്പോൾ ഗൂഗിളിൽ നിന്ന് എടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഗൂഗിളിൽ നിന്ന് എടുത്തിട്ട് പ്രിൻറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. നമ്മുടെ തന്നെ വീട്ടിൽ പ്രിൻ്റർ ഉണ്ടെങ്കിൽ അത് തന്നെ വെച്ചിട്ട് എടുക്കാം, അല്ലെങ്കിൽ പുറത്ത് കൊടുത്ത് ചെയ്യിപ്പിച്ചെടുത്താലും മതി. പിന്നെ നിങ്ങൾക്ക് ഫോട്ടോയൊക്കെ വയ്ക്കാനാണെങ്കിൽ അതൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതൊരു കോഡ്സായിട്ട് എടുത്തേക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ഇതിനകത്തേക്ക് നമ്മുടെ ആ ഫ്രെയിമിൻ്റെ ഉള്ളിലോട്ട് വെച്ചിട്ട് നമ്മുടെ സൈഡ് ടേബിളിൽ ഒന്ന് വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു ഫ്ലവർ വേസും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു കോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോണ്ട് തിങ്ക് ടു മച്ച്, ജസ്റ്റ് ഡു വാട്ട് മേക്ക് യു ഹാപ്പി. അപ്പോൾ അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതുപോലെ ഈ സൈഡ് ടേബിളായിട്ട് എടുത്തിരിക്കുന്ന ഒരു ഡ്രോ ഒക്കെ ഉള്ള ഒരു സംഭവമാണ് കേട്ടോ. അത് പണ്ട് ആമസോണിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ മേടിച്ചോളൂ. നല്ല പ്രോഡക്റ്റാണ് കേട്ടോ. അത് ഒരു 3 ഡ്രോ ഉണ്ടാവും, അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ ആ ഒരു സൈഡ് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഓർക്കുന്നു ഒരു കുറച്ച് പെയിൻറ് അടിച്ചെടുക്കണം. ഇപ്പുറത്തെ സൈഡൊക്കെ പെയിൻറ് അടിച്ചെടുക്കണം. അപ്പോൾ വൈറ്റ് കളർ പെയിൻറ് മേടിച്ചിട്ടുണ്ട്. ഒരു 180 രൂപയ്ക്കായിട്ടോ വന്നുള്ളൂ 1 ലിറ്റർ പെയിൻറ്റിന്. അതുപോലെ നമ്മുടെ റോളർ 120 രൂപയ്ക്ക് ഒരു 3 അതിൻ്റെ സ്പോഞ്ച് കിട്ടാവുന്ന രീതിയിലുള്ളതായിട്ടോ ഇട്ടിരിക്കുന്നത്. പിന്നെ ആ ഒരു നമ്മൾ ഒഴിച്ചു വയ്ക്കണുണ്ടല്ലോ, പെയിൻറ് ഒഴിച്ചു വയ്ക്കുന്ന ആ ഒരു പാത്രത്തിന് 50 രൂപയ്ക്ക് റേറ്റ് വന്നുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ടുണ്ട്. ഈ ആ 1 ലിറ്റർ മതി കേട്ടോ നമുക്ക്. കാരണം ബാക്കി 3 വോളല്ലേ വന്നുള്ളൂ. 3 വോളിൽ ഒരെണ്ണം ടോയ്ലറ്റിൻ്റെ ഡോറും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം ആ ഭാഗത്ത് കുറച്ച് സ്ഥലമുള്ളൂ. ഇതൊരു ചെറിയ റൂമാണ് തന്നെ. പിന്നെ 7 അടി പൊക്കം വരെ കേട്ടോ ഇത് പെയിൻറ്റ് ചെയ്തെടുക്കണുള്ളൂ. കാരണം മുകളിലായിട്ട് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി നല്ലതായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്, വലിയ കുഴപ്പമൊന്നുമില്ല. മറ്റേ താഴത്ത് ഈ പിള്ളേരുടെ കൈ എത്തുന്ന സ്ഥലങ്ങളൊക്കെയാണ് ആകെപ്പാട് നശിപ്പിച്ച് വെക്കുന്നത്. അപ്പോൾ അത് കാരണം അത്രയും വശം 7 അടി പൊക്കം വരെയൊക്കെയാണ് നമ്മളിത് പെയിൻറ്റ് അടിച്ചെടുക്കണുള്ളൂ കേട്ടോ. അപ്പം മുകളിലോട്ടും വൈറ്റ് ആയതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു കോട്ടിങ് കൊടുത്ത് കഴിയുമ്പോൾ അങ്ങനെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങോട്ട് എന്താ പറയുക കറക്റ്റായിട്ട് അങ്ങോട്ട് പൊക്കോളൂ കേട്ടോ. അപ്പം മുഷ്ടിലൊക്കെ മാറുകയും ചെയ്യും അങ്ങനെ. അപ്പോൾ അതായത് ഇപ്പോൾ പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പോഴത്തെ പെയിൻ്റ് ഒന്നും വലിയ കുഴപ്പമില്ല കേട്ടോ. കാരണം മണമൊന്നും ഇല്ലാത്ത നല്ല പെയിൻറ്റാണ്. അപ്പോൾ അത് കാരണം നമുക്കൊന്ന് അടിച്ചാലും നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ ഇനി ഇത് റൂംസൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടണം. കാരണം ഇത് പെയിൻ്റൊക്കെ അടിച്ച് ആ വാൾപേപ്പറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ആകെപ്പാട് കച്ചറയായി കിടക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ച് കളഞ്ഞ് ഇനി നിലമൊക്കെ ഒന്ന് തുടച്ച് നല്ല ക്ലീൻ ആക്കി എടുക്കുക കേട്ടോ. ഇനി എന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഇനി വേറൊരു ഫ്രെയിം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞങ്ങളുടെ ഫോട്ടോ 2 എണ്ണം ഒരുപോലത്തത് എടുത്തു വെച്ചേക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ നമുക്ക് ഒരെണ്ണം മതിയല്ലോ, ഒരെണ്ണമല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ അത് ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ തന്നെ ഒരു കോട്ട് ഇതുപോലെ പ്രിൻറ്റ് ചെയ്തെടുത്തു. എന്നിട്ട് ചുറ്റിനും ഇൻസുലേഷൻ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടു. അപ്പോൾ ഒരു ഫ്രെയിം പോലെ തന്നെ കറക്റ്റായിട്ട് ഇരുന്നോളൂല്ലോ. എന്നിട്ട് അത് ഒട്ടിച്ചിട്ട് ഇതുപോലെ ഹാങ് ചെയ്തിട്ടു കേട്ടോ. അപ്പോൾ ആ ഒരു സൈഡ് ഞാനൊരു റീഡിങ് കോർണർ എന്നുള്ള രീതിയിൽ എടുക്കാനായിട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത്, ആ ഒരു കോർണർ. അപ്പോൾ നമുക്ക് അവിടെ ഇരിക്കുകയും ഒക്കെ ചെയ്യാം, നമുക്ക് ഇഷ്ടപ്പെട്ടത് വായിക്കാനോ ഒക്കെ ഇരിക്കാമല്ലോ. അപ്പോൾ ആ റീഡിങ്ങിനെ സംബന്ധിച്ചിട്ട് തന്നെയുള്ള ഒരു കോട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ കാർട്ടൻസ് കാര്യങ്ങളെല്ലാം കറക്റ്റാക്കി ഒന്ന് ഇട്ട് കൊടുക്കാം. പിന്നെ അവിടെ ഒരു ചെയർ കൊണ്ടുപോയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഫുഡ് റെസ്റ്റായിട്ട് കൊടുക്കാനായിട്ടുള്ളൊരു സംഭവം വച്ചിട്ടുണ്ട്. അത് ഫുഡ് റെസ്റ്റിൻ്റെ അത് നേരത്തെ എന്താ പറയുക ടെറസുമ്മ കൊണ്ടുപോയിട്ടായിരുന്നു, അത് ചീത്തയായി പോയതായിരുന്നു. അപ്പുറം ഇപ്പുറമായിട്ടൊരു എന്താ പറയുക ഒരു ആണി പോലത്തെ ഒരു സംഭവം കാണുമായിരുന്നു. അതിന് ഞാൻ ആ മോൾഡിറ്റില്ലേ നമ്മുടെ അത് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് വച്ചേക്കണേണ്ട ഒരു ബ്രൗൺ കളർ പെയിൻറ്റും കൂടെ കൊടുത്തപ്പോൾ അത് ഓക്കെ. പിന്നെ പുസ്തകം എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ളത് കൊണ്ടുവന്ന് വയ്ക്കുക. അപ്പോൾ അത് അവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ, ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനിയും കുറച്ച് പറ്റുന്ന ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ ചെയ്തെടുക്കണം, കുറച്ചുകൂടി ഒരു ഭംഗിയാക്കി എടുക്കണം അത്. പിന്നെ നമ്മുടെ കർട്ടൻ റോഡ് ഉണ്ടല്ലോ, അവിടെ ഒരു ഇതുപോലത്തെ ഒരു ഇത് ഹാങ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നേരത്തെ ഇവിടെ ഇരുന്നേച്ചത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ഈ ബാമ്പു വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ബൗള് പോലത്തെ ഒരു സംഭവം അതും വച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗ്രാസിൻ്റെ ഒരു ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഒരു പോട്ട്, അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തുട്ടോ. ആ സ്ഥാനത്ത് നമ്മുടെ മണി പ്ലാന്റ് പോലത്തെ എന്തെങ്കിലുമൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും കേട്ടോ. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ മണി പ്ലാന്റ് ഉണ്ടായിരുന്നില്ല. സൈഡിൽ ഒരു എന്താ പറയുക നമ്മുടെ എപ്പോഴും ഉപയോഗിക്കുന്ന അതായത് സ്പ്രേ പൗഡർ അങ്ങനെയുള്ളതൊക്കെ വയ്ക്കാനായിട്ട് ഒരു ചെറിയൊരു സ്റ്റാൻഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെയുള്ള ഒരു ടേബിളാണ്. അപ്പോൾ ആ ടേബിളുമേ ഒരു ടേബിൾ ക്ലോത്ത് വിരിച്ചിട്ട്, ടേബിൾ ക്ലോത്ത് എന്നൊന്നും പറയാൻ പറ്റില്ല, ഞാനൊരു നല്ലൊരു ഷോൾ എടുത്തിട്ട് വിരിച്ചിട്ടേക്കണേണ് കേട്ടോ. അപ്പോൾ അത് വിരിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഇത് തയ്യൽ മെഷീനാട്ടോ, തയ്യൽ മെഷീൻ വച്ചേക്കണ ഒരു സ്ഥലമായിരുന്നു ഇവിടെ. അപ്പോൾ തയ്യൽ മെഷീൻ്റെ മുകളിലും ഒരു ചെറിയൊരു ക്ലോത്ത് ഈ നമ്മുടെ എന്താണ് കുഷ്യൻ സോഫയുടെ ഇതിനകത്തിടില്ലേ ആ ഒരു ഇതാണ് കേട്ടോ, അത് ഒരെണ്ണം എടുത്തിട്ട് ഇതിനകത്തേക്ക് ഞാൻ ഇട്ട് വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സൈഡും നമുക്ക് സെറ്റായിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു ചെറിയ മിറർ വെച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം ഈ റൂമിൽ മിറർ ഉണ്ടായില്ല, അപ്പോൾ അതിന് മിറർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോഴാണ് ഈ നമ്മുടെ ഹെഡ്സെറ്റ് അതുപോലെ ഇയർഫോൺ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ തൂക്കിയിടാനായിട്ട് ഒരു ഇത് കണ്ടില്ല, അത് നന്നായിട്ടിരിക്കാനായിട്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു
ഹുക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ പേപ്പർ ക്ലിപ്പ് ഉണ്ടല്ലോ, പേപ്പർ ക്ലിപ്പുമ്പോൾ ഞാൻ ആ ടൈ ഉണ്ടല്ലോ, ടൈ വെച്ചിട്ടൊന്ന് ചുറ്റി വെച്ചു. എന്നിട്ട് ഇതാ ഇതുപോലെ ഹാങ് ചെയ്തിടുവാണെങ്കിൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഞാൻ ഈ നമ്മുടെ ഹെഡ്ഫോൺ വയ്ക്കണ ആ ഒരു ഓർഗനൈസർ നോക്കിയിരുന്നു, മറ്റേ ആമസോണിലൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര റേറ്റ് ആയിരുന്നു. അപ്പോൾ അത് കാരണം ഇതാകുമ്പോൾ DIY ആയിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. അതിങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുകയാണെങ്കിൽ അത് അവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്തോളും. അപ്പോൾ അതവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു ഭാഗം ക്ലിയർ ആയിട്ടുണ്ട്. പിന്നെ അടുത്തത് നമുക്കിനി പില്ലോസൊക്കെ മാറ്റിയിട്ട്, പില്ലോ കവറൊക്കെ മാറ്റിയിട്ട് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് എല്ലാം സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇത് തന്നെ ബ്ലൂ കളർ തന്നെയാണ് കേട്ടോ ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതുവരെ എന്തൊക്കെ നമ്മൾ ചെയ്തു എന്നുള്ളത് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് നമുക്കിതൊന്ന് നോക്കി കാണാം കേട്ടോ. അപ്പോൾ ഇതാ ഹെഡ്സെറ്റൊക്കെ ഹാങ് ചെയ്തിട്ടേക്കണം കേട്ടോ. ബ്ലൂടൂത്തും അതുപോലെ നമ്മുടെ ഹെഡ്ഫോണും ഒക്കെ ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ എൻ്റെ ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്ത് വെച്ചേക്കാണ്, എപ്പോൾ വേണേലും പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഹോസ്പിറ്റൽ ബാഗ് പാക്കിങ്ങിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. പിന്നെ ഇവിടെ ഈ റീഡിങ് കോർണറിൽ വേറെ എന്തെങ്കിലും കൂടെ ചെയ്യണം എന്ന് തോന്നിയിട്ടോ. കാരണം ഒരു ബ്ലാങ്ക് ആയിട്ടൊരു എന്താ പറയുക, ഒരു വോളിങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കണ പോലെ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ നേരെ കമ്പനി ചെന്ന് എന്താ പറയുക, ഒരു പ്ലൈവുഡിൻ്റെ ഒരു പീസ്, അതായത് നമ്മുടെ പ്ലൈവുഡ് ലാമിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനകത്ത് 2 ഹോളൊക്കെ ഇട്ട് എടുക്കാട്ടെ. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്നില്ല, എന്തെങ്കിലും ഒരു മരക്കഷ്ണം കൊടുത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്തേച്ചാൽ മതി കേട്ടോ. എന്നിട്ട് ഇത് നമ്മുടെ മാക്രമി ത്രെഡ് എന്ന് പറയില്ലേ, ആ സംഭവമാണ് കേട്ടോ. ആ ത്രെഡ് കുറച്ച് വലിയതായിരുന്നു ഇവിടെ ഇരുന്നേച്ചത്. ഇത് ഞാൻ നേരത്തെ പണ്ട് എന്താ പറയുക, വർഷങ്ങൾക്ക് മുമ്പിട്ടെന്ന് വേണം പറയാനായിട്ട്, നമ്മുടെ എന്താ പറയുക ഫ്ലഡൊക്കെ ഉണ്ടായ സമയമില്ലേ, ആ സമയത്ത് ഇങ്ങനെ എസ്കേപ്പ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് മോനെയും കൊണ്ട് ചെയ്യിപ്പിച്ചത് അത്. അപ്പോൾ അന്നത്തെ ആ ത്രെഡ് ഇരുന്നേച്ചതാണ് കേട്ടോ ഇത്. അപ്പോൾ ആ ത്രെഡ് എൻ്റെ കുറച്ച് അഴിച്ചെടുക്കണം. അതിനതൊരു 6 എണ്ണമൊക്കെ ഇങ്ങനെ പിരിച്ച് വെച്ചേക്കുന്ന ടൈപ്പിലുള്ളായിരുന്നു. ഞാനത് കുറച്ച് അടിച്ചിട്ടിട്ട് നമുക്കൊരു 3 എണ്ണത്തിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ, വെറുതെ ഇതിനെ ചുമ്മാ ഇങ്ങനെ ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിങ്ങനെ എടുത്തിട്ട് ഇതുപോലെ നമ്മൾ സാധാരണ എങ്ങനെയാണ് കയറ് ചുറ്റിയെടുക്കണം അതുപോലെ തന്നെ ചുറ്റിയെടുത്തിട്ട് ഇതുപോലെ ഇതിനകത്തേക്ക് ഇടുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ത്രെഡ് മേടിക്കുകയാണെങ്കിൽ ചെറിയ ത്രെഡ് മേടിച്ചാൽ മതി, അപ്പോൾ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇതിപ്പോൾ ഇത് ഇരുന്നേച്ചത് ഉള്ളത് വെച്ചിട്ടുള്ള ഒരു ഒപ്പിക്കൽ പരിപാടിയാണല്ലോ. അപ്പോൾ എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും ത്രെഡ് എന്തെങ്കിലും കിടക്കണമെങ്കിൽ അതെടുക്കാം, അല്ലെങ്കിൽ മറ്റേ എന്താണ് അതുപോലെ ഈ വുഡൊക്കെ ആണെങ്കിലും നല്ല വുഡൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ താഴത്തോടെ നമ്മളെടുത്ത ഒരു ഹോളുണ്ടല്ലോ, അതിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടിട്ട് കെട്ടിട്ട് കൊടുക്കുകയാണ്, അടിയിൽ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യണം. പിന്നെ ഞാൻ ഇത് കെട്ടിയിടാനായിട്ട്, അതായത് 4 വശത്തും വരുമല്ലോ, അപ്പോൾ ഇനി കെട്ടിയിടാനായിട്ട് എടുത്തിരിക്കുന്നത് മോളുടെ വള 2 വള എടുത്തിട്ട് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് എടുത്തേക്കണം. നമ്മുടെ ഫെവി ബോണ്ട് ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്ത് എടുത്തേക്കുന്നുണ്ട്. ഫെവി ബോണ്ട് ഭയങ്കര ഒരു സംഭവം ഉണ്ട് എന്നാന്ന് പറഞ്ഞാൽ. പിന്നെ കഴിഞ്ഞിട്ട് ആ കെട്ടിട്ട ഭാഗത്ത് ഇതുപോലെ ആ നൂലൊക്കെ ഒന്ന് നമ്മുടെ ഈ മുടിയൊക്കെ പാവക്കുട്ടികളുടെ മുടിയൊക്കെ വിടിയിച്ചിടില്ലേ എന്ന് പറഞ്ഞ പോലെ ഒന്ന് വിടിയിച്ചിട്ട് കൊടുക്കണം കേട്ടോ. വേണ്ട ഇതുപോലെ അപ്പം നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഈ പാവയുടെയൊക്കെ മുടി കിടക്കണ മടിയില്ലേ എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്തെടുത്തേച്ചാൽ മതി, ചുമ്മാ വലിച്ചൊഴിച്ചിട്ടേച്ചാൽ മതി. അപ്പം ഇങ്ങനെ ഈ ഒരു മാക്രമേ ത്രെഡ് ആണെങ്കിലായിട്ട് ഇത് നടക്കുകയുള്ളൂ, അല്ലെങ്കിൽ സാധാരണ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ കയറൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യമൊന്നും നടക്കില്ല. എന്നിട്ട് ആ വള എടുത്തിട്ട് ഇതുപോലെ ഇട്ട് ഹാങ് ചെയ്തിടുക. എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ അതിനകത്ത് വയ്ക്കാം. അപ്പോൾ ആ റീഡിങ് കോർണർ ഫുള്ളിപ്പോൾ ഒരു നല്ല ലുക്കായിട്ടുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ ഒരു മുടക്കമില്ലാണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന, കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്യണമെന്ന് മാത്രമേ. പക്ഷേ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമുക്ക് നല്ല ഇഷ്ടമല്ലേ നമ്മൾ ചെയ്തേക്കുന്ന ഒരു വർക്കും കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ട്, അതുപോലെ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസ് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തുക.
അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.